എല്ലാവരും സിനിമ വന്ന് കാണുക, അതാണ് പറയാനുള്ളത്. സിനിമയെക്കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നമ്മൾ മാക്സിമം അതിനുവേണ്ടി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലേട്ടന് ഒരു പ്രത്യേക താങ്ക്സ്. കാര്യം ഇതേപോലൊരു വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുത്ത് ഒരു സിനിമയാക്കിയതിനും അതിലൊരു അഭിനയിക്കാനൊരു അവസരം തന്നെ ഞാൻ അങ്ങോട്ട് നന്ദി പറയുന്നു. പിന്നെ എല്ലാവരും ഈ സിനിമ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തായാലും ഇപ്പം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടും അത് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സിനിമ വരേണ്ട ഒരു സമയത്ത് തന്നെയാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയൊക്കെ അല്ലേട്ടൻ നിങ്ങളോട് പറയും. അല്ല, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളത് സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സിനിമ വന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. നമ്മുടെ മാക്സിമം നമ്മൾ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. ബാക്കി ജനങ്ങളാണ് ഇതിൻ്റെ ഒരു വിധികർത്താക്കൾ. അപ്പോൾ ജനങ്ങൾ തീർച്ചയായിട്ടും വന്ന് കാണണമെന്നുള്ള അഭ്യർത്ഥനയാണ് വെക്കാനുള്ളത്. ഞാനിതിൽ ഷാജൻ സാറിൻ്റെ വൈഫായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഇതൊരു കുടുംബ ചിത്രം കൂടിയാണ്. ബ്രഹ്മപുരത്തിൻ്റെ കഥ പറയുന്നു എങ്കിലും അതിൽ ഒരു കുടുംബചിത്രം കൂടിയാണത്. ഇത് നിങ്ങളെല്ലാവരും കാണണം, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയണത് നമ്മളുടെ കുടുംബത്ത് അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മളതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലാക്കുള്ളൂ. അതെല്ലാവരും മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു ഇതാണ്. അതെന്ന് വെച്ചിട്ട് ഇതൊരു അവയർനെസ് ഫിലിം എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഒരു കുടുംബചിത്രം തന്നെയാണ്. വളരെ നല്ല മൂവിയാണ്, സോഷ്യൽ റെലവൻസ് ഉള്ള മൂവിയാണ്. നമ്മൾ ഫേസ് ചെയ്ത രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പടമാണ്. ഒന്ന് ബ്രഹ്മപുരം, അറിയാലോ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടി, ആ കുറച്ച് ദിവസങ്ങൾ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നറിയാം. അപ്പോൾ നമ്മൾ ടെമ്പററി സൊല്യൂഷൻസ് എടുക്കേണ്ട പ്രോബ്ലംസും കൂടി ഡിസ്കസ് ചെയ്യുന്നൊരു മൂവിയാണത്. സോ ദിസ് ഇസ് എ മൂവി ഓഫ് സോഷ്യൽ റെലവൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്. അപ്പം എല്ലാവരും അത് പോയി കാണണം എന്നാണ് എനിക്കും പറയാനുള്ളത്. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റും അറിയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് എല്ലാ ബോധവും വേണം. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്റേഴ്സിൽ തന്നെ പോയി കാണണം. കാരണം അതിൻ്റെ ആ ഒരു എഫക്റ്റും ആ ഒരു ഇമോഷൻസും ഒക്കെ കിട്ടണമെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണം. സോ എല്ലാവരും പോയി കാണണം. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ വളരെ ഹാപ്പിയാണ്. ഒന്നുമല്ല, പ്രധാനമായിട്ടും വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണല്ലോ സിനിമ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യമേ പറയുന്നു. അനിലേട്ടൻ കാണിച്ച കോൺഫിഡൻസിന് അനിലേട്ടനോട് ഒരുപാട് താങ്ക്സ് പറയണം ഈ സമയത്ത്. പിന്നെ ഇതിൽ മെസ്സേജ് എന്നുള്ളതല്ല, നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു കുറച്ച് സമയം കൊണ്ട് ആ സിനിമ ഡീൽ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബ്രഹ്മപുരത്തിൻ്റെ പ്രശ്നം നമ്മളെല്ലാവരും അത് ഫേസ് ചെയ്തവരാണ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞു എന്ന് പറയാൻ വയ്യ, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാറമടകളുടെ വിഷയമാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അത്രയും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളെക്കുറിച്ച് പറയുന്നു എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യനും പ്രകൃതിയും തന്നെയാണ് വലുത് എന്നൊരു മെസ്സേജാണ് ഈ സിനിമ തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തിയേറ്ററിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചിറങ്ങാനായിട്ട് തോന്നിയില്ല കേട്ടോ. ഇത് സാധാരണ പറയുന്ന ഒരു റിവ്യൂ ആണ് എന്ന് വിചാരിക്കരുത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സിനിമകൾ അത് മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പേ വരേണ്ടതായിരുന്നു എന്ന് എനിക്കിതിലൂടെ ഫീൽ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയപ്പോൾ ഞാനിപ്പോൾ ആലുവയിൽ സ്റ്റേ ഉള്ള ആളാണ്. ഒത്തിരി ശ്വാസമുട്ടലുകളും ശരീരത്തിൽ ഒരുപാട് അലർജിക്കും ആയിട്ടൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ നമുക്കുണ്ടാകും. നമ്മൾ എന്തെല്ലാം നേടിയാലും നമ്മുടെ പ്രകൃതി, നമ്മുടെ സമൂഹം അത് ഏറ്റവും ശുദ്ധവും വൃത്തിയായില്ലെങ്കിൽ നമ്മൾ നേടുന്നതുകൊണ്ട് ഒരു ഉപയോഗമില്ല. അപ്പോൾ ആ തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ പലരും കുറേ പേര് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ കുറേ പേരിങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നു, കറങ്ങുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ഉൾക്കാഴ്ച എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ദീർഘവീക്ഷണം. ആ ഒരു ദീർഘവീക്ഷണത്തോടെ ഉൾക്കാഴ്ചയോടുകൂടി ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് വന്നിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന നമ്മളുടെ ധാരാളം പേര് ശ്വാസകോശ രോഗികളോ അല്ലെങ്കിൽ അലർജിക് പേഷ്യൻസ് ഒന്നും ആവാതെ ഇരുന്നേനെ. എനിക്കറിയാം കുറേ പേർക്ക് ഈ ഒരു അവസ്ഥകളുണ്ട്. ഇപ്പോൾ കൊറോണ വന്ന അതിൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തെ ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യില്ല. നിങ്ങളെപ്പോലെയുള്ള യുവതലമുറ, പ്രത്യേകിച്ചും ചാനലുകാർ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ്. നിങ്ങൾക്കതിന് കഴിയും. കാരണം നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, ദീർഘവീക്ഷണമുണ്ട്, ക്യാമറയുണ്ട്. അങ്ങനെ ഒറ്റയാൾ പോരാട്ടം, ആ ഒറ്റയാൾ പോരാട്ടത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ഗംഭീരമായ റിസൾട്ടുകൾ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് ഇത്രത്തോളം സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയുള്ള ഒരു സിനിമ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കഥ ഇതുവരെ എന്ന് പറയുന്ന ഈ സിനിമ എല്ലാവരും, സമൂഹത്തെ, പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ സിനിമ കാണുക തന്നെ വേണം.
പിന്നെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോം സിനിമ കണ്ടതിന് ശേഷം, ഇന്ദ്രൻസ് ചേട്ടൻ്റെ ഹോം സിനിമ കണ്ടതിന് ശേഷം അതേപോലെ ഒരു അവാർഡ് ലെവലിലേക്ക് ഷാജോണിന് ഉയരാൻ പറ്റും. ഷാജോൺ ചേട്ടനും ഒരു അവാർഡ് മണക്കുന്നോ എന്നെനിക്ക് തോന്നി. കാരണം അത്രയ്ക്ക് ഷാജോൺ ചേട്ടൻ ഏറ്റവും ഗംഭീരമായി തന്നെയാണ് ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു അവാർഡ് മണവും വരുന്നുണ്ട്, സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എപ്പോഴും കൊമേഴ്സ്യലൈസ് ചെയ്ത് സിനിമ ഉണ്ടാക്കാനായിട്ട് നോക്കും. പക്ഷെ അപ്പോഴും ഒരു ബ്രില്യൻ്റ് ഡയറക്ടർ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു ഡയറക്ടർ, ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ അനിൽ തോമസ് സാർ തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു സ്ക്രിപ്റ്റ്, ഏറ്റവും നല്ലൊരു ഡയറക്ഷൻ, സമൂഹത്തിലേക്ക് പുതിയ തലമുറ ഏറ്റവും സുരക്ഷിതമായി ജീവിക്കേണ്ടതിൻ്റെ എല്ലാ വശങ്ങളും കാണിച്ചുകൊണ്ട്, കൂടാതെ ഇതിൻ്റെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലതാദാസ് എന്നോടൊപ്പം ഇപ്പോൾ 1-2 പടങ്ങൾ ചെയ്തതാണ്. ഞാനിപ്പോൾ ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവി ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയിൽ സോളമനായി ചെയ്തു. അപ്പോൾ ലത എന്നോടൊപ്പം പെർഫോം ചെയ്തപ്പോൾ തന്നെ ലതയുടെ പെർഫോമൻസ് ഞാൻ കണ്ടതാണ്. കൂടാതെ ഒത്തിരി ഫിലിമുകളിൽ ചെയ്ത ആക്ട്രസും കൂടെയാണ് ലതാദാസ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എല്ലാവരും, പിന്നെ ഒരു സന്തോഷം കൂടെ തോന്നി. കാരണം കുറേ നാളിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിഞ്ഞൂടാ, വിജയകുമാറിൻ്റെ ഒരു നല്ല തിരിച്ചുവരക്കമാണ് അല്ലേ. കുറേ നാളിന് ശേഷം വിജയകുമാർ ഈ അടുത്ത കുറേ നാളുകൊണ്ട് പലരും കണ്ടില്ല. അപ്പോൾ ശക്തമായ, എനിക്ക് തോന്നുന്നു ഷാജോൺ ചേട്ടനോടൊപ്പം തന്നെ മത്സരിച്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് വിജയകുമാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം കൊണ്ടും വലിയ ആർട്ടിസ്റ്റുകൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ പോലും ശക്തമായ സന്ദേശങ്ങളോടെ ഏറ്റവും ഗംഭീരമായി ചെയ്തിരിക്കുന്ന ഷാജോൺ ചേട്ടനും ഡയറക്ടറും അതുപോലെ പ്രൊഡ്യൂസർ ഡോക്ടർ ടൈറ്റസ് എന്ന് പറയുന്ന സാറ്, അദ്ദേഹത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പം തന്നെ ഒരു പടത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. വരാൻ പോകുന്ന കെട്ടുകാഴ്ച എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എന്നോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ ഡോക്ടർ ടൈറ്റസ്. ഇങ്ങനെ ഇവരെല്ലാവരും കൂടെയുള്ള കണക്ഷൻ കൊണ്ടാണ് ഈ സിനിമ കാണാമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് വെറുതെ പറയുന്നതോ ആരെയും സൂചിപ്പിക്കാൻ പറയുന്നതോ ഒന്നുമല്ല. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തട്ടിയേ ഞാൻ പറയാത്തുള്ളൂ. പറയുന്നത് സത്യസന്ധമായിരിക്കണമെന്ന് എനിക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. കാരണം നിങ്ങൾ വന്ന് കണ്ടിട്ട് അയ്യോ രജിതേട്ടൻ പറഞ്ഞതുപോലെ തെറ്റാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വാക്കിന് വിലയില്ലാതെ പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കുക. ഏറ്റവും നല്ലൊരു പടം, നല്ല സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള പടം എല്ലാവരും കാണുന്നത് കൊണ്ട് നമ്മുടെ തലമുറയ്ക്കും നമുക്കൊരു ഉൾക്കാഴ്ച തുറന്നു കിട്ടും. അതുകൊണ്ട് നമ്മൾ ഒറ്റയാൾ പോരാട്ടം നടത്തിയാലും ഭാവിയിൽ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകും. ആ ഒരു സന്ദേശം ഇതിനകത്തുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഒരു മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന ഒരു സബ്ജക്റ്റാണ് ഇതിൽ പ്രധാനമായിട്ടും ബ്രഹ്മപുരം മാലിന്യ സംസ്കരണം, അതിൻ്റെ ആ ഒരു ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മളിലേക്ക് ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കിലേക്ക് മാക്സിമം എത്താവുന്ന രീതിയിൽ അതിൻ്റെ ഒരു അവയർനെസ്സും കൂടാണ് നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. പ്രത്യേകിച്ച് ഷാജോൺ ചേട്ടൻ്റെ ഒരു പെർഫോമൻസ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട്. നല്ല രീതിയിൽ ഉള്ളൊരു സിനിമ തന്നെയാണ്. എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ നല്ലൊരു മൂവി, എനിക്കിഷ്ടപ്പെട്ടു. ഐ എം ഹാപ്പി. വളരെ നല്ല ഒരു നന്മയുള്ള ചിത്രമാണ്. ഷാജോൺ, പ്രേംപ്രകാശ് ചേട്ടൻ ഇവരൊക്കെ ആദ്യം മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജോണൊക്കെ അകത്തുണ്ട്, അവർ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇറങ്ങിയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്. വളരെ നന്മയുള്ള സിനിമ, നമ്മൾ കാണേണ്ട സിനിമ, കുട്ടികളൊക്കെ കാണേണ്ട സിനിമ. തീർച്ചയായിട്ടും മെസ്സേജ് മാത്രമാണ് ഈ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും പ്രധാനം. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നഗരത്തിൽ താമസിക്കുമ്പോൾ നഗരത്തിൻ്റെ വേസ്റ്റുകൾ വഹിക്കാൻ ഒരുപാട് നഗരത്തിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുന്ന ഒരു വിഭാഗമുണ്ട്. ആ ഏരിയയിൽ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ അറിയുന്ന മനസ്സിലാക്കുന്ന സിനിമയാണ്. ഷാജോണിനെ വേറൊരു ഇതിലേക്ക്, അതായത് വേറൊരു ഇതിലേക്ക് സായിച്ചേട്ടൻ ഇതിലേക്ക് കടന്നു വന്നേക്കണം എന്നുള്ളത് വെച്ചാൽ ആ ഒരു നമ്മളെ വരുന്ന വിപത്തിനെ പുള്ളി അത് ആക്ടിങ്ങിലൂടെ കാണിച്ചു തന്നേക്കുന്ന സംഭവം അടിപൊളി.